എസൻസ് ഗ്ലോബലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ ഈ QR കോഡ് വഴി രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. താങ്ക് യു അനൂപ. ആദ്യമായി എനിക്ക് ഈ വേദിയിൽ സംസാരിക്കാനായിട്ട് അവസരം തന്ന എസൻസ് USAക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കും. എൻ്റെ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്, എ സയൻറ്റിഫിക് അനാലിസിസ് ഓഫ് ജീസസ് മിറാക്കിൾ. ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് സയൻസ് ആൻഡ് മിറാക്കിൾസ് ആണ്. ജീസസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ആരാണോ മിറാക്കിൾസ് ഇവിടെ കാണിക്കുന്നത് ആരെ വേണമെങ്കിലും ഇവിടെ വയ്ക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ആക്ച്വലി ഞാൻ ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിക്കേറ്ററാണ്, ഒരു ഗവേഷകനാണ്. അപ്പം ഞാൻ ലോകം കാണുന്നത് സയൻസിലൂടെയാണ്. ഞാൻ അങ്ങനെയാണ് എന്ന് സയൻസ് പഠിക്കാൻ തുടങ്ങിയോ അന്ന് മതവിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. അതെങ്ങനെയാണ് സാധിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് പറ്റാത്തൊരു കാര്യം, എനിക്കൊരു പല ആൾക്കാർക്കും പറ്റാത്തൊരു കാര്യം, നമ്മൾ പഠിച്ച സയൻസ് എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ അറിയില്ല പല ആൾക്കാർക്കും. എന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയോ അന്ന് നമ്മൾ മതവിശ്വാസം വിടും. നമുക്ക് വേറെ ദൈവത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ആക്ച്വലി. അതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ബേസിക് സയൻസാണ്. അതിന് PhDയോ മാസ്റ്റേഴ്സോ ഈവൻ ബാച്ചിലേഴ്സോ പോലും വേണ്ട, ജസ്റ്റ് ഹൈസ്കൂൾ സയൻസ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് സയൻസും മിറാക്കിൾസും തമ്മിലുള്ള വ്യത്യാസം? സയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു എംപിരിക്കൽ എവിഡൻസ് ആണ്. അത് സയൻസിന് എന്താണ് ഹൈപ്പോസിസ് ഉണ്ട്, എക്സ്പെരിമെൻറ്റേഷൻ ഉണ്ട്, ഡാറ്റ കളക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യും, അത് കഴിഞ്ഞ് അത് പിയർ റിവ്യൂവിന് വിടും. ഇത് കഴിഞ്ഞിട്ട് ഇത് വാലിഡ് ആണെങ്കിൽ മാത്രമേ ഇത് ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുള്ളൂ. പിന്നെ റിപ്പീറ്റബിലിറ്റി ഉണ്ട്, ആർക്ക് എവിടെ വെച്ചും എങ്ങനെ വേണമെങ്കിലും പരീക്ഷിക്കാം. അതാണ് സയൻസിൻ്റെ പ്രത്യേകത. പിന്നെ സയൻസ് ഫോളോ ചെയ്യുന്നത് കുറേ നാച്ചുറൽ ലോസ് വെച്ചിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റി, തെർമോഡൈനാമിക്സ്, കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് നാച്ചുറൽ ലോസ് വെച്ചിട്ടാണ് സയൻസ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഫാൽസിഫൈബിലിറ്റി, അതായത് ഒരു തിയറി ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തെറ്റാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. അതാണ് സയൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിനപ്പുറത്ത് മിറാക്കിൾസ് ആണെങ്കിൽ എന്താ പ്രശ്നം? അതൊരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ്, ഒരു സൂപ്പർ നാച്ചുറൽ പവർ അതിലുണ്ട്, നോൺ സയൻറ്റിഫിക് ആണ് ആക്ച്വലി. പിന്നെ ഒരു വൺ ടൈം ഇവൻറ്റ്സ് ആണ്, അതായത് ഒരു വ്യക്തിക്കോ ഒരു ചെറിയ ഗ്രൂപ്പിനോ കിട്ടുന്ന ഒരു ഫീലിംഗ് മാത്രമാണ് ഈ മിറാക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ അത് ഫെയ്ത്ത് ബേസ്ഡാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മിറാക്കിൾസും ഒരു റിലീജിയൻ്റെ ഭാഗമോ ഒരു കാസ്റ്റിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിരിക്കും. അങ്ങനെയാണ് മിറാക്കിൾസിനെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പോകുന്നത് സയൻസിലേക്കാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഈ ലൈറ്റ് വന്ന് എൻ്റെ മേലെ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങളുടെ റെറ്റിനയിൽ പോയി അവിടെ നിന്ന് ഒപ്റ്റിക്കൽ നെർവ് വഴി ബ്രെയിനിൽ പോയി ബ്രെയിനിലാണ് നിങ്ങൾ എന്നെ വിഷ്വലൈസ് ചെയ്യുന്നത്. അത് ഏത് വസ്തു അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ഈ ലൈറ്റ് വന്ന് ഈ ഒരു വസ്തുവിനെ തട്ടി ആ ലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ റെറ്റിനയിൽ പോയി ആ റെറ്റിനയിൽ നിന്ന് ബ്രെയിനിൽ പോകുന്നു. അങ്ങനെ ബ്രെയിനിലാണ് എല്ലാ വിഷ്വലൈസും, എല്ലാ സെൻസും, ഓഡിറ്ററി ആയാലും എല്ലാ സെൻസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നതും ബ്രെയിനാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് ഈ ലൈറ്റ് വന്ന് ഈ ബോഡിയുമേ ആ വസ്തുവുമേ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ആ വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്, അല്ലേ? ഇപ്പം എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. അങ്ങനെ ആറ്റത്തുമ്പോൾ ലൈറ്റ് വന്ന് തട്ടിയിട്ട്, പ്രകാശം വന്ന് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഷേപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പ്രേതം, ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞ ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആണോ? ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഗോസ്റ്റിന് എന്താ പ്രത്യേകത? ഗോസ്റ്റ് അപ്പിയർ ആവും, ഡിസപ്പിയർ ആവും. ദാറ്റ് മീൻസ് ആറ്റംസ് അപ്പിയർ ആകുന്നു, ഡിസപ്പിയർ ആകുന്നു. അത് സയൻറ്റിഫിക്കലി പോസിബിൾ ആണോ? അതാണ് ക്വസ്റ്റ്യൻ. അത് സയൻറ്റിഫിക്കലി പോസിബിൾ അല്ല. കാരണം എന്താ? അത് സയൻസിൻ്റെ തന്നെ ഏറ്റവും ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്നു. അതെന്താണ്? ദ കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. നമുക്ക് മാസിനോ എനർജീനെയോ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ആ ഒരു ഫണ്ടമെൻ്റൽ സയൻസ് പ്രിൻസിപ്പിളിനെ ഇവിടെ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം ഗോസ്റ്റ് ആർ നോട്ട് മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ ഗോസ്റ്റിൻ്റെ ഷേപ്പില്ല, ഗോസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഈ സയൻസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ടൂൾ തന്നെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഈ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഹോളി ഗോസ്റ്റിന് ഷേപ്പ് ഉണ്ടോ?
നിങ്ങൾ എത്ര പേര് ഹോളി സ്പിരിറ്റിൽ, പരിശുദ്ധാത്മാവിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 1 2 3. ഓക്കെ, ഞാൻ പറയുന്നത് ഇതേ ടൂൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഹോളി ഗോസ്റ്റിന് ഷേപ്പ് ഉണ്ട്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രാവ് ഈസ് മേഡപ്പ് ഓഫ് ആറ്റംസ് ആണോ? ഷേപ്പ് ഉണ്ടെങ്കിൽ ആറ്റംസ് കൊണ്ടായിരിക്കും മേഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതേ ടൂൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതും ഫണ്ടമെൻ്റൽ സയൻസ് ലോനെ വയലേറ്റ് ചെയ്യുന്നു. അതായത് ഈ കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് മാസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഹോളി സ്പിരിറ്റ് ആറ്റംസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും സയൻറ്റിഫിക്കലി ദ ഹോളി ഗോസ്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതാണ് സയൻസ് പറയാനായിട്ടുള്ള, സയൻറ്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഒരു കുഞ്ഞ് എങ്ങനെ ഉണ്ടാവണമെന്ന് നോക്കാം. ഒരു കുഞ്ഞ് ഉണ്ടാവണേ എന്ത് വേണം? ഒരു ഫീമെയിൽ വേണം, ഒരു മെയിൽ വേണം. അത് കഴിഞ്ഞ് മെയിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഫ്യൂസ് ചെയ്യുന്നു, എംബ്രിയോ ഉണ്ടാവുന്നു, അങ്ങനെ കുട്ടി ഉണ്ടാവുന്നു. ഈ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. അതായത് ഈ മെയിൽ 23 ക്രോമസോം ഡൊണേറ്റ് ചെയ്യുന്നു, ഫീമെയിൽ 23 ക്രോമസോം ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെ 23 + 23 46 ക്രോമസോം. അങ്ങനെ ഒരു കുട്ടിക്ക് 46 ക്രോമസോം ഉണ്ടാവും. അതായത് 23 പെയർസ് ക്രോമസോം ഉണ്ടായിരുന്നു. അതിൽ ഒരു പെയർ വരുന്നത് ഫാദറിൽ നിന്നും ഒരു പെയർ വരുന്നത് മദറിൽ നിന്നുമാണ്, അല്ലേ? അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഒരു വിർജിൻ ബർത്ത് ഉണ്ടായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് മദർ മേരിയാണ്, ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് അറിയണം അവിടെ. അപ്പോൾ മദർ മേരി 23 ക്രോമസോം ഡൊണേറ്റ് ചെയ്യുന്നു, അപ്പുറത്ത് നിൽക്കുന്ന ആൾ 23 ക്രോമസോം ഡൊണേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 46 ക്രോമസോം ആകുന്നു. അത് കഴിഞ്ഞിട്ട് ജീസസ് ക്രൈസ്റ്റിന് 46 ക്രോമസോം ആയിരിക്കണം. കാരണം ജീസസ് ക്രൈസ്റ്റിന് നമ്മളെപ്പോലെ തന്നെ കണ്ണും മൂക്കും വായും കൈയും കാലുള്ള ഒരാളാണ്. അപ്പോൾ 46 ക്രോമസോം ഉണ്ടായേ പറ്റൂ. അതാണ് അതിൻ്റെ സയൻസ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പുറത്തെ ഒരാൾ അത് ഹോളി സ്പിരിറ്റാണ്. ഹോളി സ്പിരിറ്റാണ് 23 ക്രോമസോം ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കണ്ടു ഈ ഹോളി സ്പിരിറ്റ് എന്നൊരു സംഭവം ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ക്രോമസോം ഇവിടെ ഡൊണേറ്റ് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ഇതല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രോമസോമിൻ്റെ ഉള്ളിൽ എന്താണ്? ക്രോമസോമിൻ്റെ ഉള്ളിൽ DNA ആണ്. DNA പ്രത്യേകത എന്താണ്? അതായത് ഞാൻ എൻ്റെ കുട്ടീനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് DNAയിൽ ഒരു റോളും ഇല്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ കൈ നിർത്തിട്ട് എൻ്റെ പാരൻസിൻ്റെ കൈ നിർത്തിട്ട് ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നു. ഇപ്പം ഞാൻ അങ്ങനെയാണ്, എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പാരൻസ് അവരുടെ പാരൻസിൽ നിന്ന് കിട്ടിയ DNA ആണ് എനിക്ക് തരുന്നത്. അപ്പം അങ്ങനെ എൻ്റെ DNAയിൽ എൻ്റെ ഫുൾ ജനറേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. ആ ടൂൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ആണുങ്ങൾക്ക് Y ക്രോമസോം ഉണ്ട്. അപ്പോൾ Y ക്രോമസോം നമ്മൾ ട്രാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്ന് യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പിതാവിനും നമുക്ക് ആ ജനറേഷൻസ് മൊത്തം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അവിടെ കസിൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ജീസസ് ക്രൈസ്റ്റ് ഇത് വെച്ച് നോക്കുമ്പോൾ, ഇത് വെച്ച് എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ജീസസ് ക്രൈസ്റ്റ് വാസ് എ ഹോമോസാപ്പിയൻസ് ലൈക്ക് അസ്. നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ്, അല്ലാണ്ട് സൺ ഓഫ് ഗോഡോ അല്ലെങ്കിൽ ഒരു അമാനുഷിക കഴിവുള്ള ഒരാളല്ല ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാധാരണ ആയിട്ടുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് വെള്ളം വീഞ്ഞാക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളം എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, വൈൻ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. അപ്പോൾ സാധാരണ കെമിസ്ട്രികൾ ഫോർമുല ചെയ്തു. എന്താണ് ഈ വാട്ടറിൻ്റെ ഫോർമുല? H2O. ആൽക്കഹോളിൻ്റെ ഫോർമുല C2H5O6. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇത് ബാലൻസ് ആവുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ കാർബണേറ്റ് അവിടെ നിന്ന് വന്നു, ഇക്വേഷൻ ബാലൻസ് ആവുന്നില്ല. ഇതെങ്ങനെ വന്നു? അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ലോ ഓഫ് കൺസർവേഷൻ ആൻഡ് എനർജി ഇവിടെ വയലേറ്റ് ചെയ്യുന്നു. അത് എന്താ പറയുക, സയൻസിലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിന് പറയുന്ന പേരാണ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്. അപ്പോൾ എന്ത് വേണം? അതിന് ഷുഗർ വേണം, വാട്ടർ വേണം, ഈസ്റ്റ് വേണം. അങ്ങനെ ഈസ്റ്റാണ് ഈ ഷുഗറിനെ ആൽക്കഹോളാക്കി മാറ്റുന്നത്. അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് ഷുഗർ മോളിക്യൂളാണ് C6H12O6. അതിൽ നിന്നാണ് ഈസ്റ്റ് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാർബൺ ആറ്റം ഷുഗർ മോളിക്യൂളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ആൽക്കഹോളിൻ്റെ കാർബൺ ആറ്റം
ഷുഗർ മോളിക്കുളിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്, ഇവിടെ ഒരു പ്രശ്നമില്ല. സയൻറ്റിഫിക്കലി ഇവിടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. പക്ഷേ വൈനിൻ്റെ പ്രശ്നം, എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. ഒരു വൈനിൽ എന്തൊക്കെ ഉണ്ടാവും? ആൽക്കഹോൾ മാത്രമായിരിക്കുമോ? ഇനി യേശുക്രിസ്തു ഉണ്ടാക്കിയ വൈൻ എനിക്കറിയില്ല, ഇനി റെഡ് വൈനാണോ വൈറ്റ് വൈനാണോ റോസ് വൈനാണോ ഏത് വൈനാണെന്ന് അറിയില്ല. പോട്ടെ, ഈ റെഡ് വൈനായിട്ട് എടുക്കാം, ഈ ഗ്രേപ്സിൽ നിന്നായതുകൊണ്ട്. എന്താണ് വൈനിലുള്ളത്? ആക്ച്വലി വൈനിൽ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 50 കോമ്പൗണ്ട്സ് ഉണ്ട് വൈനിൽ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ഒരു 5-6 കോമ്പൗണ്ട്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നാച്ചുറൽ ആസിഡ്സ് ഉണ്ട്, ടാറ്റാറ്റിക് ആസിഡ് ഉണ്ട്, മാലിക് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്. ഇതാണ് വൈന് എന്ത് കൊടുക്കുന്നത്? സൗർനെസ് കൊടുക്കുന്നത്, ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ ടാനിൻസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ പല വൈനും മേടിക്കുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും 5 കൊല്ലം 2020 2010 ഇങ്ങനെ ഏജ് പഴക്കം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടാനിൻ എന്ന് പറഞ്ഞ സംഭവം ബിറ്റർനെസ്സും ആസ്ട്രീജൻസും കൊടുക്കുന്നു. അതായത് എത്രത്തോളം വൈൻ പഴകി പോകുന്നു ആ സമയത്ത് ടാനിൻ പോളിമറൈസ് ചെയ്തിട്ട് വൈനെ സോഫ്റ്റ് ആക്കുന്നു. അപ്പോൾ ബിറ്റർനെസ് കുറയും. അങ്ങനെയാണ് ഈ ടാനിൻ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആന്തോസയാനിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, അതാണ് വൈന് കളർ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ റെഡ് വൈൻ്റെ റെഡ് കളർ കൊടുക്കുന്നതും ഈ ഫിനോളിക് കോമ്പൗണ്ടാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ലാസ്റ്റ് കോമ്പൗണ്ട്, ഈ ആന്തോസയാനിനും ടാനിൻസൊക്കെ ലോങ് ചെയിൻ കാർബൺ ആറ്റംസ് ആണ്. അത് അത്രയും വലിയ മോളിക്യൂളാണ്. അതൊക്കെ 21 കാർബൺ ആറ്റം ഉണ്ട്, 15 കാർബൺ ആറ്റം ഉണ്ട്, ലോങ് ചെയിൻ മോളിക്യൂളാണ്. ഇതെങ്ങനെയാണ് ഒരു വെള്ളത്തിൽ നിന്ന് ഇത്രയധികം കോമ്പൗണ്ട്സും ഇതൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഈസ് സയൻറ്റിഫിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ നമുക്ക് സയൻസിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, അതായത് ഇത് എന്താ പറയുക, ഈ വെള്ളത്തിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കാനോ വൈൻ ഉണ്ടാക്കാനോ ഇറ്റ്സ് സയൻറ്റിഫിക്കലി ഇമ്പോസിബിൾ. അങ്ങനെയാണ് നമുക്ക് സയൻസ് ഇതിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇങ്ങനെയാണ് അടുത്ത അത്ഭുതം. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരൊക്കെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്? അതാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയത് 3 ബേസിക് ലോസ്, 3 സയൻറ്റിഫിക് ലോസ് ഇവിടെ വയലേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെക്കൻഡ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അതാണ് ഈ ലോ. പിന്നെ ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ലിമിറ്റ്. ഒരു എന്താ പറയുക, ഈ അപ്പം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അതിന് എന്തൊക്കെ വേണം? മറ്റേ റിസോഴ്സസ് വേണം, പിന്നെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വേണം, ബാറ്ററി വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇതില്ലാണ്ട് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുക? അത് സയൻറ്റിഫിക്കലി ഇമ്പോസിബിൾ. പക്ഷേ എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മീൻ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. മീൻ എന്ന് പറഞ്ഞൊരു ഒരു സ്പീഷീസാണ്. മീനിൽ എന്തൊക്കെയുണ്ട്? ഹാർട്ട് ഉണ്ട്, ഗിൽസ് ഉണ്ട്, ലിവർ ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ഇൻറ്റസ്റ്റിൻ ഉണ്ട്, കിഡ്നീസ് ഉണ്ട്, ഗൊണാഡ്സ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്. ഇത് മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു സ്പീഷീസാണ് മീൻ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ യേശുക്രിസ്തു മീനിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെല്ലാവരും ഒരു 500 1000 10,000 പേരെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യാം. കാരണം ജീസസിൻ്റെ പോലെ മീനും ഒരു സ്പീഷീസാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ സയൻറ്റിഫിക്കലി ഒരിക്കലും പറ്റില്ല. ഇന്ന് അത് ഒരിക്കലും നടക്കില്ല. നിങ്ങളെ ഒരു 500 പേരോ ഒരു 1000 പേരോ ആക്കി മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുമോ? അതേ രീതിയിൽ നമുക്ക് ഇവിടെ എടുക്കും. ഒരു മീൻ അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഫിഷ് മൾട്ടിപ്ലിക്കേഷൻ ബൈപാസസ് ഓർ വയലേറ്റ്സ് ബയോളജിക്കൽ എവല്യൂഷണറി പ്രോസസ്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ഓർഗൻസും എങ്ങനെ കിട്ടിയിരിക്കുന്നത്? എവല്യൂഷണലായിട്ട് കിട്ടിയിരിക്കുന്നത്. എവല്യൂഷണറി ആയിട്ടാണ് നമുക്ക് ഹാർട്ടും ലിവറും എല്ലാം കിട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഒരിക്കലും മേക്ക് ചെയ്യാൻ പറ്റില്ല. ആർട്ടിഫിഷ്യലി നമുക്ക് ഒരിക്കലും ഈ ഓർഗൻസ് ഇപ്പം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ എവല്യൂഷൻ പരമായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു ഫിഷ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ എവല്യൂഷണറി പ്രോസസ്സിനെ ബൈപ്പാസ് ചെയ്യും, അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത്. ദാറ്റ് ഈസ് എന്താ പറയുക, ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി ഇമ്പോസിബിൾ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത അത്ഭുതമാണ് ലാസറിനെ ഉയർപ്പിച്ചൊരു അത്ഭുതം. ലാസറിനെ ഉയർപ്പിച്ചത് 4-ാം ദിവസം ഉയർപ്പിച്ചത്. അത് ബോഡി ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഉയർപ്പിച്ചത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഡെത്തിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് 2 തരം ഡെത്ത് ഉണ്ട്. ഒന്ന് ക്ലിനിക്കൽ ഡെത്ത് ഉണ്ട്, ബയോളജിക്കൽ അല്ലെങ്കിൽ സെല്ലുലാർ ഡെത്ത് ഉണ്ട്. ഈ ക്ലിനിക്കൽ ഡെത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം ക്ലിനിക്കൽ ഡെത്ത്. പക്ഷേ നമുക്കൊരു ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ, അതൊരു CPR കൊടുത്തിട്ട് നമ്മൾ ഹാർട്ടിനെ വീണ്ടും പഴയ രൂപത്തിലാക്കുകയാണെങ്കിൽ അത് റിവേഴ്സിബിൾ ആണ്. ആളെ നമുക്ക് ജീവിപ്പിക്കാം. അതിനെ പറഞ്ഞാൽ ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് ബയോളജിക്കൽ ഡെത്ത് എന്താണ് പ്രശ്നം? അത് ഇറിവേഴ്സിബിൾ ആണ്. അത് നമുക്ക് അങ്ങോട്ട് പോയതാണ്, പിന്നെ ഇങ്ങോട്ടില്ല. അതിന് ഓർഗൻ ഫെയിലിയർ ഉണ്ട്, സെല്ലുലാർ ഡെത്താണ്, ഓർഗൻ ഫെയിലിയർ ഉണ്ട്, പിന്നെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഈ ബയോളജിക്കൽ അല്ലെങ്കിൽ സെല്ലുലാർ ഡെത്തിൻ്റെ പ്രത്യേകത.
ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 4 തൊട്ട് 6 മിനിറ്റ് വരെ നമ്മുടെ ബ്രെയിൻ ഡെത്ത് ആയിക്കൊണ്ടിരിക്കും. ഈ ഹാർട്ട് 15 തൊട്ട് 30 മിനിറ്റിനുള്ളിൽ ഹാർട്ട് ഡെത്ത് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ലിവറും അതുപോലെ തന്നെ 30 തൊട്ട് 60 മിനിറ്റിനുള്ളിൽ ഡെഡായി വരും. കിഡ്നി 30 തൊട്ട് 60 മിനിറ്റിൽ ഇതാവും. പിന്നെ ഇൻറ്റസ്റ്റൻ മണിക്കൂറുകൾ എടുക്കും. സ്കിന്നാണെങ്കിൽ 24 മണിക്കൂർ എടുക്കും. പിന്നെ ഹെയറും നെയിലാണെങ്കിലും മന്ത്സ് ടു ഇയേഴ്സ് വരെ സ്റ്റേബിളാണ്. ബോൺസ് ആണെങ്കിൽ കുറേ കൊല്ലങ്ങൾ അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഇവിടെ ലാസറിൻ്റെ കേസിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ജീവിപ്പിച്ച ഒരാൾ, ലാസറിൻ്റെ ബ്രെയിനും പോയി, ഹാർട്ടും പോയി, ലിവറും പോയി, കിഡ്നിയും പോയി, ഇൻറ്റസ്റ്റിനും പോയി, സ്കിന്നും പോയി. ആകെയുള്ളത് ഹെയറും നെയിലും ബോൺസും മാത്രമേ ഉള്ളൂ. ഈ ആളെങ്ങനെയാണ് ഈ ജീവിപ്പിക്കുന്നത്? അത് വലിയൊരു, എനിക്ക് ലോജിക്കലി ഇപ്പോഴും ഒരു മനസ്സിലാവാത്തൊരു ക്വസ്റ്റ്യനാണ്. ഒരിക്കലും ഇറ്റ്സ് ഇമ്പോസിബിൾ. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഞാനിവിടെ 3 അത്ഭുതങ്ങൾ എടുത്തിട്ടുള്ളൂ. കാരണം ഈ സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്ക് അധികം അത്ഭുതങ്ങൾ എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് കിടക്കാം. അതായത് എങ്ങനെയാണ് ഇന്ന് നമ്മൾ എന്തുകൊണ്ട് മിറാക്കിൾസ് കാണുന്നില്ല? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഭാഗം. അതിൽ ഞാൻ മനസ്സിലാക്കിയത് 3 ഒരുപാട് കാര്യങ്ങളുണ്ടായാലും 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ്. ഒന്ന് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, പിന്നെ സ്കെപ്റ്റിസിസം ആൻഡ് വെരിഫിക്കേഷൻ, പിന്നെ ഷിഫ്റ്റ് ഇൻ വേൾഡ് വ്യൂ. എന്താണ് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്? ഈ പണ്ട് കാലത്ത് ഒരു രോഗം ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മിറാക്കിളോ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനോ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇന്ന് അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ അഡ്വാൻസ് ഇൻ ഹെൽത്ത് കെയർ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരു എർത്ത് ക്വേക്ക്, ഒരു ഭൂമികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കോപമായിട്ടാണ് പണ്ട് കാലത്ത് കണ്ടിരുന്നത്. ഇന്ന് നമുക്കറിയാം ജിയോളജിക്കൽ ആക്ടിവിറ്റിയും പ്ലേറ്റ് ടെക്ടോണിക്സ് ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഇപ്പം എല്ലാം അറിയാം. സോളാർ എക്ലിപ്സ് പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത് സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ശകുനായിട്ടൊക്കെ വിശ്വസിച്ചിരുന്നത്. ഇന്ന് നമുക്കറിയാം ഇത് അസ്ട്രോണമിക്കൽ ഇവൻറ്റ്സ് ആണ്. ഓർബിറ്റൽ മെക്കാനിക്സിനെ പറ്റി നമുക്കറിയാം. പിന്നെ പ്ലേഗ്സും എപ്പിഡമിക്സൊക്കെ പണ്ട് കാലത്ത് അത് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് പണ്ട് കാലത്ത് കണ്ടിരുന്നത്. ഇന്ന് ജെയിം തിയറിയിലൂടെയും എപ്പിഡമോളജിയിലും നമുക്കറിയാം ഇതിൻ്റെ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നതെന്നുള്ളത്. പിന്നെ ഫെർട്ടിലിറ്റിയും ക്രോപ്പ് ഈൽഡൊക്കെ ഈ ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സസ് ഫ്രം ഗോഡ്സ്, അതാണ് പണ്ട് കാലത്ത് വിശ്വാസം. ഇന്ന് അഗ്രികൾച്ചർ സയൻസിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് സയൻസ് അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സ്കെപ്റ്റിസിസം ആൻഡ് വെരിഫിക്കേഷൻ. അതായത് ഇന്നൊരു അത്ഭുതം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇന്ന് അതിനെ ഒരു അത്ഭുതം ഉണ്ടെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യും, പിന്നെ ഹൈപ്പോസിസ് ഉണ്ടാക്കും, എക്സ്പെരിമെൻറ്റ് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും, അനലൈസ് ചെയ്യും, പിന്നെ കൺക്ലൂഡ് ചെയ്യും. അത് കഴിഞ്ഞ് പീർ റിവ്യൂവിന് വിടും. അത് കഴിഞ്ഞ് അത് നല്ലതാണെങ്കിൽ വാലിഡ് ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യും. ഇത് അവസാനം വരെ ഈ പ്രോസസ്സിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ഇന്ന് ഒരു കാര്യം സയൻസ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ സയൻസ് എടുക്കില്ല. അതാണ് ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ കൂടെ പോകണം. അതാണ് ഇതിൻ്റെ എന്താ പറയുക, ഈ സ്കെപ്റ്റിസിസം ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഷിഫ്റ്റ് ഇൻ വേൾഡ് വ്യൂ, അതായത് പണ്ട് കാലം 5-ാം നൂറ്റാണ്ടിന് മുമ്പ് ഏഷ്യൻ ബിലീഫ് സിസ്റ്റം ആയിരുന്നു. അത് പല ദൈവങ്ങളിലും വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് 5-ാം നൂറ്റാണ്ട് തൊട്ട് 15-ാം നൂറ്റാണ്ട് വരെ മിഡീവൽ റിലീജിയസ് ഡൊമിനൻസിൽ പോയി. ഈ കാലഘട്ടത്തിലാണ് ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ആവുന്നതും പ്രോഗ്രസ് ചെയ്യുന്നത്. പിന്നെ റിനൈസൻസ് ഹ്യൂമാനിസം 14-ാം നൂറ്റാണ്ട് തൊട്ട് 17-ാം നൂറ്റാണ്ട് വരെയാണ് ഈ സമയം. ഈ സമയത്താണ് ഈ മതങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ സയൻസിൻ്റെ ഒറിജിൻ, സയൻസ് എന്താ പറയുക, സയൻസിൻ്റെ ആരംഭം എന്ന് പറയാം. അത് കഴിഞ്ഞ് എൻലൈറ്റ്മെൻറ്റ് റേഷണലിസം. ഇപ്പോഴാണ് ഈ സമയത്ത്, അതായത് 17-ാം നൂറ്റാണ്ട് തൊട്ട് 19-ാം നൂറ്റാണ്ട് വരെ ഈ സമയത്താണ് മതങ്ങളെ വിമർശിക്കാൻ തുടങ്ങി, സയൻസ് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ 19-ാം നൂറ്റാണ്ട്. ഇതാണ് മോഡേൺ ആയിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക, സയൻറ്റിഫിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയം ഇപ്പോഴാണ്. ഇപ്പോൾ നമുക്ക് അത്ഭുതങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് നമുക്ക് അത്ഭുതങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. നമുക്ക് സയൻറ്റിഫിക്കലി നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇന്നും അത്ഭുതങ്ങളുണ്ടോ? ആക്ച്വലി ഇന്നും ഈ സമയത്തും അത്ഭുതങ്ങളുണ്ടോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അത്ഭുതങ്ങളുണ്ടോ? ഇപ്പം ഞാൻ നോക്കിയപ്പോൾ യെസ്, അത്ഭുതങ്ങളുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ ഈ സയൻസ് നിങ്ങൾ ഇവിടെ വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഞാൻ ഇത് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ ഈ ടൂള് നിങ്ങൾ ഓരോ അത്ഭുതങ്ങളെടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ
നമുക്ക് ഇവിടെ ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ സാധാരണ ഒരു അത്ഭുതത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുമ്പോൾ വെള്ളം ഒരു കോമ്പൗണ്ട്, വീഞ്ഞൊരു കോമ്പൗണ്ടായിട്ട് കാണുന്നത്. നമ്മൾ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരു രോഗം മാറുമെന്ന് പറയുമ്പോൾ, ഞാൻ മറ്റേ കിഡ്നിയിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 2 കിഡ്നിയും ഇല്ലാത്തൊരാൾ ഒരു കിഡ്നി ഒരാൾ കൊണ്ട് വെക്കില്ല. ഒരിക്കലും ഇമ്പോസിബിൾ ആണത്. കാരണം 2 കിഡ്നിയും എടുത്ത് അല്ലെങ്കിൽ 2 കിഡ്നി ഡാമേജ് ആയ ഒരാളെ എത്ര പ്രാർത്ഥിച്ചാലും ഒരു കിഡ്നി അങ്ങനെ വന്നു ഒരാൾ കൊണ്ട് വെക്കില്ല. അതൊക്കെ സയൻറ്റിഫിക്കലി ഇമ്പോസിബിൾ. അതൊന്നും നടക്കില്ല. അതൊക്കെ ആൾക്കാരെ എന്താ പറയുക, ഈ ചാക്കിലാക്കാനായിട്ട് ആൾക്കാർ പറയുന്നതല്ലാണ്ട് ഇതൊന്നും സയൻറ്റിഫിക്കലി ഇതാണ്. അപ്പോൾ ഓരോ അത്ഭുതങ്ങളും നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അത്ഭുതങ്ങളല്ല. നമ്മളിങ്ങനെ ഒരു അത്ഭുതം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ തലവേദന മാറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തലവേദന, പക്ഷേ അതിലൊരു ക്യാൻസർ മാറി എന്നൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമുക്ക് ആ ഓരോ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ആ ക്യാൻസർ എങ്ങനെ വന്നു, അത് എവിടേക്ക് ക്യാൻസർ, ഏത് സ്റ്റേജാണ്, ഇതൊക്കെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് കംപ്ലീറ്റ് ഫേക്ക് ആണെന്നുള്ളത്. അതാണ് എനിക്ക് ഇതിൽ നിന്ന് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഇനി താങ്ക് യു.